ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുൺസമിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ശോഭ സിറ്റിയിൽ വന്ന വേറൊരു വീഡിയോ ഇട്ടിടാൻ പറഞ്ഞു. ആ വീഡിയോ ആണ് ടൈസ് ചെയ്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയുണ്ട്. ആ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോയിട്ട് ജിത്ത് എന്തൊക്കെ കാട്ടുന്നുണ്ട് എന്താണോ, ചില സമയത്ത് ഇത്തിരി കുറവാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഈ 30 എന്ന് പറഞ്ഞൊരു സെക്ഷനിലാട്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ. ലിഫ്റ്റിൻ്റെ മുന്നിലത്തെ ആ മിററിൽ ഞങ്ങൾ മുടിയൊക്കെ ശരിയാക്കുന്നു വെറുതെ. അത് കഴിഞ്ഞ് ഞങ്ങൾ മോളിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാവർക്കും കറങ്ങി നോക്കി. പിന്നെ അച്ഛമ്മ ആദ്യമായിട്ടാണല്ലോ എസ്കലേറ്ററിൽ കയറണത്. കാരണം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അച്ഛമ്മയ്ക്ക് ഇറങ്ങാനൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആൾ ഓക്കെ ആയിട്ടോ. പിന്നെ എൻ്റെ സെറ്റ് വന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫൺ അൾട്ടിമേറ്റിൽ കയറി. അവിടെ കുറേ കളിക്കണുണ്ടല്ലേ, ഇതിലെ കയറേണ്ടത് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് കേട്ടോ ജിത്തും ഇവിടെ നിൽക്കണേ. അങ്ങനെ പാറും പിന്നെ ദേവുട്ടനും കൂടിയിട്ട് ഇതിലാണ് ഇങ്ങനെ കുട്ടികളുടെ ഇങ്ങനെ ചാടി കളിക്കാൻ സ്ലൈഡും എല്ലാം ഉള്ളൊരു ഇതിൽ കയറി. അവരതിൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. മാക്സിമം അവരതിൽ കളിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ടൈം ആയപ്പോൾ അവരിറങ്ങാണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അനിയൻകുട്ടനും ഞങ്ങൾ ചങ്സ് ഒരു കാറിൽ കയറിയിട്ടോ. ഈ കാർ ഓടിക്കുന്നത് ഞാനായിരുന്നു ഓടിച്ചേർന്ന് എല്ലാത്തിനും പോയി ഇടുക്കി ഞങ്ങളെങ്ങനെയൊക്കെ പോയി. എല്ലാവരും ഞങ്ങൾ ഇടിച്ച് മറച്ച് കുറച്ച് നേരം ഞാൻ ഓടിച്ചു, കുറച്ച് നേരം അനിയും ഇങ്ങോട്ട് ഓടിച്ചു, കുറച്ച് നേരം ഞാൻ ഓടിച്ചു, കുറച്ച് നേരം അനിയും ഇങ്ങോട്ട് ഓടിച്ചു. അങ്ങനെ ആയിരുന്നു കേട്ടോ. അവിടെ ചില സമയത്ത് ഇങ്ങനെ അവിടെ കുടിങ്ങും. അങ്ങനത്തെ ഞങ്ങളുടെ ഓടിക്കുന്ന ടൈം കഴിഞ്ഞ് ഞങ്ങളെ ഇറങ്ങി കിട്ടോ. ഇനി ജിത്ത് ഒരു ബൈക്കിൽ കയറുകയാണ്. അപ്പോൾ ജിത്തുവിന് ബൈക്കാണ്ട് കൂടുതലിഷ്ടം കാറിനെക്കാട്ടെ. അപ്പോൾ ജിത്ത് ബൈക്ക് ഓടിക്കാൻ കയറുകയാണ്. അങ്ങനെ ജിത്തു ഇത് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ബൈക്ക് ഓടിക്കൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാനും അനിയൻകുട്ടനും കൂടിയിട്ട് ഏതോ ഏലിയൻസിനെ ഷൂട്ട് ചെയ്യണ ഒരു ഗെയിം കളിച്ചു. അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ എയിമ കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഗെയിം. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജിത്തു പിന്നൊരു PUBG പോലത്തെ ഒരു ഗെയിം കളിച്ചു കേട്ടോ. അങ്ങനെ വെടി വയ്ക്കാതെ തന്നെ ഒരു അടിപൊളി ഗെയിം ജിത്തും കളിച്ചു. അപ്പോൾ അവനത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ.
അങ്ങനെ ജിത്തു കളിച്ചിട്ട് അതിന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടോ, ടിക്കറ്റ് കിട്ടി. അപ്പം അത് ഞങ്ങൾ നേരെ പോയിട്ട് ഇനി അതൊന്ന് കാർഡിൽ കയറ്റണം. അതുകൊണ്ട് അനിയൻകുട്ടി ഒരു കാറിൻ്റെ ഒരു ഇതിൽ കയറി, അവന് നല്ല വേണം പറഞ്ഞിട്ട് അവൻ അതിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ചാൻസിൽ നിന്ന് എനിക്ക് കാരണം എന്താണെന്നാണ് ഞാൻ കയറി. ഇനി ദേവുട്ടത് ഇതുപോലത്തെ ഒരു വണ്ടിയിൽ കയറിയിട്ടോ. ദേവുട്ടയിൽ കുറേ നേരം കിടന്ന് ഇങ്ങനെ ആടി കളിച്ച്. അങ്ങനെ പിന്നെ പാറ ഇതിൽ കയറി. പിന്നെ ഇങ്ങനെ കോരി എടുക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, അതിലും കയറിയിട്ട് ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു, സൂപ്പർ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും കോരി അതിൽ. അതവർ ചെയ്തു, അതവര് ചെയ്തു. ദേവുട്ടിനൊന്നും അറിയില്ല വലിയ. അതുകൊണ്ട് നമ്മുടെ ദേവുട്ടൻ ഒരു ഗെയിമിൽ കയറിട്ടോ. അതും ഇതുപോലെ ഇങ്ങനെ വെടിവെക്കണ ഒരു ഗെയിം തന്നെയായിരുന്നു. അതവർ നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞു കേട്ടോ. അതൊന്ന് ദേവുട്ടനും കിട്ടിയിട്ടോ ടിക്കറ്റ്സ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ ബോൾ എടുത്തിട്ട് ഇങ്ങനെ എറിയണമായിരുന്നുണ്ടായിരുന്നു, അതിൽ കയറി. അത് പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. കുറേ എണ്ണം ഞങ്ങൾ എറിഞ്ഞ് പോയിൻറ്റ്സ് എടുത്തു, ബട്ട് ഞങ്ങൾക്ക് ശരിക്കും കളിക്കാൻ പറ്റിയില്ല. 300 പോയിൻറ്റ്സ് എടുക്കണം കേട്ടോ ടിക്കറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് 300 എത്തിയില്ല, ഒരു 250 ഞങ്ങൾ കഷ്ടിച്ചെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടുന്ന് ഐസ്ക്രീം ഞങ്ങൾക്ക് 4 പേർക്ക് ഐസ്ക്രീമും പാറുവിന് കോട്ടൺ ക്യാൻഡിയും മേടിച്ചു കേട്ടോ. ദേവുട്ടൊന്ന് പോയിരുന്നു അവിടെ. ദേവുട്ട പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ പോയി. അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ അക്കിക്കാവ് എത്തുന്നതിനെക്കാട്ട് മുന്നേ അവിടെ ഒരു ഓവൻ ഷവായി ഉള്ളിടത്തുനിന്ന് ഒരു ഓവൻ ഷവായി പിന്നെ പൊറോട്ടയും കഴിച്ചു കേട്ടോ. അടിപൊളി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓവൻ ഷവായും പൊറോട്ടയും വരുന്നേക്കാൾ മുന്നേ ഒരു ഇതുണ്ട് കേട്ടോ, അവരുടെ ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു. അത് ആ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് സൂപ്പൊന്നും അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ.
അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ദിലു സൈനിങ് ഔട്ട്. ബൈ.